കാസർഗോഡ് എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. പെരിയയിൽ 274 ഏക്കർ ഭൂമി അനുയോജ്യമെന്ന് ജില്ലാ കളക്ടറുടെ പ്രൊപ്പോസൽ. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. KCN ബിഗ് ഗസ്റ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതിനായി പെരിയയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ ഭൂമി ഏറ്റവും അനുയോജ്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ അപേക്ഷയെ തുടർന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം സ്ഥലം നേരിട്ട് സന്ദർശിച്ച് 10 ദിവസത്തിനകമാണ് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കിയത്. നിർദ്ദിഷ്ട ഭൂമിയുടെ റീസർവേ, ഡിജിറ്റൽ സ്കെച്ച്, ഡ്രോൺ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ എന്നിവ പ്രപ്പോസലിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എയിംസ് മാതൃകയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും മെഡിക്കൽ കോളേജും ഉൾപ്പെടുന്ന സ്ഥാപനത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ പെരിയെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട കാസർഗോഡ് MP സർക്കാരിന് ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാസർഗോഡ് ജില്ലയും കൂടെ എയിംസിനായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരുന്നു ഗവൺമെൻറ് ജില്ലാ ഭരണകൂടത്തോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാൻഡിൻ്റെ അവൈലബിലിറ്റിയും അതിൻ്റെ ഫീസിബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജില്ലാ ഭരണകൂടം നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ ടീം തന്നെ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പെരിയയിലുള്ള സ്ഥലം എയിംസിനായിട്ട് ഏറ്റവും അനുയോജ്യമാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അവിടെ നമുക്ക് 274 ഏക്കർ അവൈലബിൾ ആണ്. അപ്പം അടുത്തടുത്തായിട്ട് ഒരു 4 ബ്ലോക്കിലായിട്ടാണ് ഈ ഒരു 274 ഏക്കർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പം NH-നോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്, 6 ലൈൻ NH-നോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. കൂടാതെ തന്നെ നമ്മൾ ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റീൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു സ്ഥലമാണ് ഈ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ. ഈ 4 ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ ബ്ലോക്ക് NH-നോട് ചേർന്നിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് മുമ്പായിട്ടുള്ള 95 ഏക്കർ, അതിനോട് അടുത്ത് തന്നെയുള്ള വേറൊരു 95 ഏക്കർ ഉണ്ട്. പിന്നെ മറ്റ് 2 ബ്ലോക്കുകളിലായിട്ട് 46 ഏക്കറും 37 ഏക്കറുമായിട്ടാണ് 4 ബ്ലോക്കുകളിലായിട്ട് 274 ഏക്കർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജില്ലയ്ക്കും ജോഗ്രഫിക്കലി സെൻറ്ററായിട്ടാണ് വരുന്നത്. ജില്ലയിലുള്ള എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. കൂടാതെ തന്നെ നമ്മൾ കർണാടക, കണ്ണൂർ അതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അനുയോജ്യമായ സ്ഥലത്ത് 200 ഏക്കർ ഭൂമി, റോഡ് കണക്ടിവിറ്റി, ആവശ്യത്തിന് ജലവൈദ്യുതി ലഭ്യത, ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് മാനദണ്ഡങ്ങളായി പറഞ്ഞിട്ടുള്ളത്. പെരിയയിൽ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നതിനോടൊപ്പം മികച്ച ഭൂമിയുടെ അധിക ലഭ്യതയും യാത്രാ സൗകര്യങ്ങളും പ്രധാന നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ശക്തമായ സാധ്യതയാണ് പെരിയ മുന്നോട്ട് വെക്കുന്നതെന്ന് കളക്ടർ പറഞ്ഞു. പെരിയയിലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള PCK ബ്ലോക്കുകൾ നേരിൽ സന്ദർശിച്ച് പരിശോധിച്ചാണ് പ്രപ്പോസൽ തയ്യാറാക്കിയതെന്ന് കളക്ടർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്നതാണ് നിർദ്ദിഷ്ട പ്രദേശം. എയിംസ് യാഥാർത്ഥ്യമായാൽ അത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള കരുതൽ കൂടിയായി മാറും. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ, പുനരധിവാസം, ന്യൂറോളജി, എൻവയോൺമെന്റൽ മെഡിസിൻ, ദീർഘകാല ഫോളോ അപ്പ് എന്നിവയ്ക്കുള്ള പരമോന്നത കേന്ദ്രമായി എയിംസ് മാറും. മുൻപ് കേന്ദ്ര സർവകലാശാലയ്ക്കായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭൂമി വിട്ടു നൽകിയ മാതൃകയിൽ ചട്ടങ്ങൾക്ക് വിധേയമായി റവന്യൂ വകുപ്പ് വഴി ഭൂമി എയിംസിന് ലഭ്യമാക്കുവാൻ സാധിക്കും. നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്ന 28 ദിവസ വേതന തൊഴിലാളികൾക്ക് എയിംസിലെ സുരക്ഷ, ശുചീകരണം, മെയിൻ്റനൻസ് തുടങ്ങിയ അനുബന്ധ മേഖലകളിൽ പുനരധിവാസം ഉറപ്പാക്കുവാൻ നിർദ്ദേശമുണ്ട്. കൂടാതെ പ്രാദേശികമായി വൻതോതിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. എയിംസ് യാഥാർത്ഥ്യമാകുന്നതോടെ വടക്കൻ കേരളത്തിലെയും കർണാടക അതിർത്തി പ്രദേശങ്ങളായ ദക്ഷിണ കന്നഡ, കുടകിലെ ജനങ്ങൾ എന്നിവർക്ക് ആശ്രയിക്കാവുന്ന ഒരു സുപ്രധാന തൃതീയതല ആരോഗ്യ കവാടമായി പെരിയ മാറും. ജില്ലാ കളക്ടർക്കൊപ്പം ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ P. രാജ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ, ഹൊസ്ദുർഗ് തഹസിൽദാർ K. രമേശൻ, പെരിയ വില്ലേജ് ഓഫീസർ മധു, താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ അനിൽ ഫിലിപ്പ്, സർവേ ഉദ്യോഗസ്ഥർ, PCK യൂണിറ്റ് മാനേജർ സജീവ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ച് സാധ്യതകൾ വിലയിരുത്തിയത്. ന്യൂസ് ബ്യൂറോ, പെരിയ.